ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അതെ, വരാന്ന് പറഞ്ഞാ പോരാ, ഡ്രസ്സിങ് ചെയ്യാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് അവിടെ. അതിനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാ എനിക്ക് ചേഞ്ച് ചെയ്യണ്ടേ? സോറി, ഞാൻ പുറത്തു പോണല്ലേ. പിന്നെ ഞാൻ പുറത്തുനിന്ന് മാറ്റണം? അടങ്ങ്, അധികം സമയം എടുക്കാൻ പാടില്ല കേട്ടാ, പെട്ടെന്ന് വേണം. എന്താ മമ്മി എപ്പോഴാ മമ്മിയുടെ തറവാട്ടിലേക്ക് പോവാൻ പ്ലാൻ ചെയ്യുന്നേ? എത്ര ദിവസം നിൽക്കുന്നേ? സാധനങ്ങളൊക്കെ എടുത്തു വെക്കണ്ടേ? മമ്മിയുടെ തറവാട് നമ്മൾ അവസാനമായിട്ട് കണ്ടിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 6 years? നോ 7 years. 7 years ആയിട്ടുണ്ടാവും അല്ലേ? ലോങ് ഗ്യാപ്പ്. ആന്റി, അവിടെ ഇപ്പോഴും ആ കുളിക്കുന്ന കുളമുണ്ടോ? ആ വലിയ കുളം. ലാസ്റ്റ് ടൈം അവിടെ പോയപ്പോ അതിലൊന്ന് നീന്തി കുളിച്ചതാ. ഇത്തവണ എന്തായാലും അതിലൊന്ന് ഇറങ്ങണം. തറവാട്ടിൽ ആരുമില്ല, അത് പൂട്ടിയിട്ടിട്ട് കാട് പിടിച്ച് കിടക്ക. പിന്നെ തറവാട്ടിലേക്ക് പോണെന്ന് മമ്മി പറഞ്ഞതോ? അങ്ങനെ പറയേണ്ടി വന്നു. എന്താ മമ്മി ഇത്? അതോ വേറെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ മമ്മി? പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ല, നമ്മളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, ആന്റി തറവാടിന്റെ കാര്യം പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ നമ്മളെല്ലാരും നിർബന്ധിച്ച് നന്ദിനിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ വിഷുവിന് നടന്നതുപോലെ ആ കാലിക്കൂട്ടത്തിനെ എല്ലാത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവരും. അത് ഒഴിവാക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞ. ഇനിയിപ്പോ എന്തായാലും അത്തരം പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സമ്മതിച്ചു. അത് ഒഴിവാക്കാൻ വേണ്ടി മമ്മി ഒരു കള്ളം പറഞ്ഞു. പക്ഷേ എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? രാജുവില്ല, കനകയില്ല, നന്ദിനിയില്ല. എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഓണായിട്ട് പട്ടിണി ഇരിക്കാൻ പറ്റുമോ? നമ്മൾ സത്യത്തിൽ എന്താ ചെയ്യേണ്ടിയിരുന്നേന്നറിയോ? ഓണസദ്യ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇവിടെ ഒരിടത്തും പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് നന്ദിനിയെ ഇവിടെ പിടിച്ചു നിർത്തണമായിരുന്നു. എന്നിട്ട് വേണം നിന്റെ ഏട്ടന്റെ വക ഓണത്തല്ല് വിട്ടാൻ. എനിക്കതിന് സൗകര്യമില്ല. സദ്യയുടെ കാര്യല്ലേ, നല്ല സദ്യ ഓർഡർ ചെയ്താൽ കിട്ടും, അതങ്ങോട്ട് കഴിച്ചാൽ മതി. പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. അയ്യോ മമ്മി, എനിക്ക് രാവിലെ കോളേജിലൊരു പ്രോഗ്രാം ഉണ്ട്. എത്ര മണിവരെ കാണും? അത് രാവിലെ ഒരു 11 മണി വരെ. അത് കഴിഞ്ഞിങ്ങ് വന്നാ പോരെ? മമ്മി, ഞങ്ങളൊരു പൂക്കള മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. കപ്പിൾസിന്റെ മത്സര. ആന്റി, ഞങ്ങളതിന്റെ ഡ്രോയിങ്സും മറ്റും കഴിഞ്ഞതാ. ഫുൾ പ്രിപ്പറേഷൻ. ഓണ ദിവസമായിട്ട് ഒരു ട്രോഫി ഈ വീട്ടിലിരിക്കട്ടെ. വിജയേട്ടാ, ട്രോഫിയും കൊണ്ടല്ല കേറി വരുന്നെങ്കിൽ വിജയേട്ടെന്തോ ആ ഷെൽഫിൽ കേറി ഇരിക്കേണ്ടി വരും ട്രോഫിക്ക് പകരം. മമ്മി, ഞങ്ങളുടെ പ്രോഗ്രാം ഒരു 11 മണിയാകുമ്പോ കഴിയും. എല്ലാരും പൊയ്ക്കോളൂ, പക്ഷേ ഉച്ച ഊണിന് മുമ്പ് ഇങ്ങ് എത്തിക്കൊള്ളണം. കുറേ കാലത്തിന് ശേഷം മനസമാധാനത്തോടെ ഉണ്ണാൻ പറ്റുന്നത് ഈ ഓണത്തിനാ. അവൾ ഇവിടെ ഇല്ല, അവൾക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഇല്ല. കേട്ടല്ലോ? എടോ, അതൊക്കെ എടുക്ക്. ഞാൻ എടുക്കില്ല. എന്നെ അച്ഛനും മുത്തശ്ശിയൊക്കെ ചീത്ത പറയും. എന്ത്, ഓണത്തിന് ഡ്രസ് എടുത്തതോ? വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, കേട്ടില്ലല്ലോ. അപ്പൊ സാറിന്റെ ഇഷ്ടം, സാറ് കൊടുത്തു.
മുത്തശ്ശി അച്ഛാ വാ. മുത്തശ്ശി മുത്തശ്ശി അച്ഛാ അച്ചോ. ആ മോനെ എവിടെ നമ്മുടെ രണ്ട് കാന്താരികള്? കാത്തു പിച്ചു. ഇതൊക്കെ എന്താ സാറേ? ആ ഓണമല്ലേ, എല്ലാവർക്കും ഡ്രസ് എടുത്തതാ. ഇതൊക്കെ എന്തിനാ സാറേ? ഞങ്ങൾ ഇവിടെ വന്ന ദിവസം എല്ലാവർക്കും ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിയതല്ലേ? പക്ഷെ അത് ഓണക്കോടി അല്ലല്ലോ. അച്ഛൻ എന്നെ നോക്കണ്ട, കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. എന്താ ഏട്ടാ? ആ നമുക്ക് ഓണം ആഘോഷിക്കണ്ടേ? ഏട്ടൻ അതിനു വേണ്ടി വന്നതാ. ആദ്യം ദേ മുത്തശ്ശി ദാ ഇതങ്ങ് പിടിച്ചേ, പിടിക്കേ. എന്തു പറ്റി മുത്തശ്ശി? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല സാറേ. സാറേ ചെയ്യുന്നൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. നന്ദിനി മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു മോള് പോയി. ഇനി അവളെ കാണാൻ പോലും കിട്ടില്ല എന്നുള്ള സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷേ സാറ് ദേ മുത്തശ്ശി, ഈ മോളുണ്ടല്ലോ നന്ദിനി, നല്ല ഒരുത്തിയായി പോയി. ഇല്ലെങ്കിലേ മറിച്ച് സംഭവിച്ചേനെ. ആ അച്ഛാ ദാ ഇത് കണ്ടുപിടിച്ചേ. ആ നാട്ടിൽ നിന്ന് പോരേണ്ടി വന്നതിന്റെ വിഷമം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഓണവും വിഷുവും ഒക്കെ വരുമ്പോൾ നാട്ടുകാരുടെ കൂടെ ആഘോഷം മുഴുവൻ. അതെ, ആ സങ്കടമൊക്കെ നമുക്ക് അങ്ങ് മറന്നു കളയാം. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഓണം എന്ന് അങ്ങ് കരുതാം, കേട്ടോ? ആ ദാ അതെ, നിങ്ങൾക്കിനി എന്തെങ്കിലും പറഞ്ഞ് കരയാനുണ്ടോ? ഏയ്, ഞാൻ കരയൊന്നുമില്ല. ചേട്ടൻ എന്തെങ്കിലും എടുത്തു തന്നാലേ എന്തിനാ കരയുന്നേ? മിടുക്കി. ഏട്ടനെ എടുത്തു വരുന്നൊക്കെ ഏട്ടന്റെ വീട്ടിലറിയോ? അച്ഛനറിയാം. തൽക്കാലം അത് മതി. പിന്നെ ഞാനും നന്ദിനിയും ഓണത്തിന് ഇവിടെയാ. മിക്കവാറും അച്ഛനും ഉണ്ടാവും. വേണ്ട സാറേ, നിങ്ങളെല്ലാരും കൂടി വീട്ടിൽ ഓണം കൂടുന്നത് മുടക്കിയിട്ട്. അതെ, അവിടെ അങ്ങനെയുള്ള ആഘോഷമൊന്നുമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് കാണിച്ചു കൂട്ടും. അച്ഛനും ഞാനും ഇത്തവണ മര്യാദയ്ക്ക് ഓണം കൂടണം എന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ തീരുമാനം. ആ കാർത്തിക, അപ്പോ ഓണം നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? ഓക്കേ ചേട്ടാ. ആ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇപ്പൊ തന്നെ പ്രശ്നം തീർന്നില്ലേ? ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, ഞാൻ എന്തു പറയാനാ? ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വന്നാലും ഞാൻ പുറത്തും സാർ അകത്തും ആണല്ലോ.